തനീഷ് തമ്പി, ശരിക്കും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോയി കഴിയുമ്പോൾ നമ്മൾ എത്ര ഇപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥിയായാലും ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും കിടക്കും, തോറ്റുപോയാലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംശയമേ ഈ നേതാക്കന്മാർക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഈ വോട്ട് ചെയ്തവർക്ക് മാത്രമേ സംശയമുള്ളൂ. സംശയം ഇല്ലാത്തത് ഇത് ആദ്യമല്ല. 2021 ഒരു സംശയമില്ലായിരുന്നു. രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി. മാത്രമല്ല ഇതിനകത്ത് ഒരു അർദ്ധഗർഭമായ മൗനം പിണറായി അവലംബിക്കുന്നു. അത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. LDF പൊതുവിൽ വിജയപ്രതീക്ഷ അങ്ങനെ പങ്കുവെക്കുകയോ അമിതമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേസമയത്ത് കോൺഗ്രസ് ക്യാമ്പിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുന്നു. ഇതിനകത്തൊരു രസകരമായ കാര്യം, നമുക്ക് പരിഹാസത്തോടുകൂടി ഓർക്കാൻ അവകാശമുള്ള ഒരു കാര്യം, 2021 രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് ഒരു IAS പ്രൈവറ്റ് സെക്രട്ടറിയെ തീരുമാനിക്കുന്നു. ക്യാബിനറ്റിൽ ആരൊക്കെ വേണം തീരുമാനിക്കുന്നു. ബോർഡ് കോർപ്പറേഷനുകളിൽ ആരൊക്കെ വരണം, ഏതൊക്കെ ഗ്രൂപ്പുകൾ വേണമെന്ന് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ ബോർഡ് കോർപ്പറേഷനുകൾ, അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് ചിത്രത്തിലില്ലാത്തൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് ഇത്ര അധികം ആത്മവിശ്വാസം വേണ്ടതുണ്ടോ കോൺഗ്രസേ എന്ന് ചോദിക്കുന്നു. അതിനകത്ത് അന്ന് എക്സിറ്റ് പോൾ, ഒപ്പീനിയൻ പോൾ ഒക്കെ വന്നപ്പോൾ അന്ന് ഇടതു മുന്നണിയുടെ തുടർഭരണമായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നത്. അന്ന് കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വന്നതൊക്കെ നേരെ തിരിച്ചായിരുന്നു. ഇടതു മുന്നണിയുടെ അതൊന്നും ചെറിയ വിജയമായിരുന്നില്ല. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് K. സുധാകരനാണ് ആദ്യം വെടിപൊട്ടിച്ചെന്ന് തോന്നുന്നു. ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ ചൂടുമാറ്റം നടത്തി. അപ്പം എന്തായിരിക്കാം ഷിയാസിന് അതിന് എന്താ അർഹത എന്ന് കോഴിക്കോട്ടെ MP ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഷിയാസ് ചോദിച്ചു. ഷിയാസിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുപക്ഷെ കണ്ണൂർ സുധാകരൻ പൊട്ടിച്ച വെടിയാണ് ഒരു വെടിയായിട്ട് ആൾക്കാർക്ക് തോന്നിയത്. നന്നായിട്ട് പൊട്ടി. അത് പൊട്ടിയതിന്റെ പുക തീരുന്ന മുമ്പ് അദ്ദേഹം അടുത്ത അമിട്ട് പൊട്ടിച്ചു. അതായത് അതുവരെ സൈബർ അണികൾക്കിടയിൽ മാത്രം നടന്ന ചർച്ച ഈ പറയുന്ന രീതിയിൽ ഒരു വേറെ തലത്തിലേക്ക്, വേറെ മാനത്തിലേക്ക് വരുന്നത് K. സുധാകരൻ, നോ ഡൗട്ട്. ഇവിടെ നേരത്തെ എല്ലാവരും പറയുന്നത് പോലെ ഇവിടെ ജനവിധി വന്നതിന് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് അഭികാമ്യം, അതാണ് ഫെയർ. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അടിയുറച്ച് അവർ വിശ്വസിക്കുന്നു. അവർ ഇക്കുറി ഈ ജനവിധി അവർക്ക് അനുകൂലമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ 100% മുകളിൽ പോകും. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ അത് തന്നെ പറയുകയാണ്. അതൊരു കോൺഫറൻസിന്റെ സൂചനയാണ്. അല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് കിടക്കുകയും ചെയ്യുന്നു. അത് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഞങ്ങൾ 100 മുകളിൽ സീറ്റ് എന്ന് പറയണം. അത് കോൺഗ്രസിന്റെ ഉറച്ച കോൺഫറൻസ് ആണ്, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്. ആ കോൺഫറൻസ് നമ്മുടെ ആരുടെയും കോൺഫറൻസ് ആവേണ്ടതില്ല. CPM-ന്റെ ഏതെങ്കിലും തരത്തിൽ അവർ തോക്കുമോ എന്ന് ഭയമാകേണ്ടതില്ല. കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളത് അവർ ജയിക്കുമെന്ന് ഉറച്ച് പറയാം. ഇപ്പോൾ 2024 കാര്യം എടുക്കുകയാണെങ്കിൽ അന്ന് യഥാർത്ഥത്തിൽ ഇതുപോലെ ചർച്ച ഉണ്ടായിരുന്നു ഇല്ല. അന്ന് ആ കോൺഫറൻസ് ആർക്കാതെ രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണ്? അതിന് കാരണം അതൊരു തൊട്ടുമുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ വിജയം നേടി. പുറത്തു വന്ന എക്സിറ്റ് പോളുകളിലൊക്കെ ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളിലും അന്ന് തുടർഭരണം പ്രവചിച്ചാണ്. അതുകൊണ്ട് അന്നത്തെ മൂഡ് എന്താണ്? അന്ന് തുടർഭരണത്തിന് മൂഡ് തന്നെയാണ്, നോ ഡൗട്ട്. അന്ന് കോവിഡ് കാലമാണ്, ഇതുപോലെ സാഹചര്യമേ അല്ല. പോട്ടെ, വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള പല മുഖങ്ങൾ, അവർക്കിടയിലെ വിയോജിപ്പുകൾ, അവർ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണമെന്ന ആഗ്രഹത്തിൽ എന്താണ് തെറ്റെന്താണ്? ഇത്ര വലിയ മഹാപരാധമായും ഇത്ര വലിയ എന്നാൽ ചക്രത്തി പോരാട്ടമായും കസേരയിൽ ചിത്രീകരിക്കേണ്ട കാര്യം എന്താണ്? ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരാൾ പറഞ്ഞാൽ അത് തന്നെ കേൾക്കുന്ന തിരുവായ്ക്ക് എതിർവായില്ലാത്ത കേഡർ സംവിധാനമാണ് എന്തോ മെച്ചപ്പെട്ട മികച്ച സംവിധാനം എന്ന നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇത് മാരക പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അതൊരു മാരക പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ സൈബർ മീഡിയ മാത്രമല്ല, സൈബർ മീഡിയയിൽ ഈ പറഞ്ഞ എന്റെ നേതാവ് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം അവർ പറയുന്നു, അതിനെതിർത്ത് പറയുന്നു, അങ്ങനെ ചർച്ചകൾ നടക്കുന്നു. ചർച്ച നടക്കണം. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമല്ല. അത് കോൺഗ്രസിനകത്ത് വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിപക്ഷം ആളുകൾ ആരെയാണോ അംഗീകരിക്കുന്നത് അയാളാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. വ്യവസ്ഥാപിതമായ പാർട്ടി സംവിധാനത്തിന്റെ രീതിയാണ്. പിന്നെ അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമൊന്നുമല്ല. ആണ് ഞാൻ പറയാൻ. ഈ കോൺഗ്രസ് അതിന്റെ പാർട്ടിയുടെ ചരിത്രം മുതൽ തന്നെ ആദ്യം മുതൽ ഇങ്ങനെയാണെന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ, SK ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള 1937 ആണോ 37 അതിൽ ഗാന്ധിജിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ച പ്രസ്ഥാനമാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആയതാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റ് തോൽപ്പിച്ചു. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആരാവണം? ജവഹർലാൽ സർദാർ പട്ടേൽ ആവണോ? ഞാൻ പറഞ്ഞു പൂത്തേക്കോട്ടെ. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആര്? അത് നെഹ്റു ആണോ പട്ടേലാണോ എന്നൊരു വലിയ തർക്കം ഉണ്ടായി. വലിയ തർക്കവും വലിയ ഏറ്റുമുട്ടലും ഉണ്ടായി. അതിനുശേഷം ഏറ്റുമുട്ടത്തോടും അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചരൺ സിംഗ് ചന്നിയുടെ കാര്യത്തിൽ പഞ്ചാബിൽ, ഇപ്പൊ റോസയുടെ കാര്യത്തിൽ ആന്ധ്രയിൽ, ഈ പറഞ്ഞ പല സംസ്ഥാനങ്ങളിൽ പാളിയിട്ടുണ്ട്.
പക്ഷേ ഈ പാർട്ടിയോട് ഇതുവരെ ചരിത്രം എടുത്താൽ ആ പാർട്ടി അങ്ങനെ തന്നെയാണെന്നേ. അല്ല ഒരു മിനിറ്റ്, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെയല്ല ഞാൻ പറയാം. അതായത് ഇത്തരം ചരിത്ര സന്ദർഭങ്ങളെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യവുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണജനകമാണ്. അതിന് ഞാൻ കാരണം പറയാം. കാരണം ഇവിടെ നടക്കുന്നത് ഞങ്ങളാണ് കൂടുതൽ, ഞാനാണ് കൂടുതൽ മികച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമമാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് കാശ് കൊടുത്തിട്ടുള്ള പേയ്മെന്റ് നടത്തി അല്ല, അതെങ്ങനെ വേറെ കാര്യം? രമേശ് ചെന്നിത്തല മുഴുവൻ AI വീഡിയോ ഇറങ്ങുന്നു. KC വേണുഗോപാലിന്റെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നു. അത് ചരിത്ര മുഹൂർത്തവുമായി ബന്ധപ്പെടുത്തി ആഷ്മി അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. ഇവിടെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന മഹാപരാധമല്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് മഹാപരാധമല്ല, ഇത് ആഗ്രഹമല്ല, അതിന് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതിന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ യോഗ്യനാണ് എന്ന് പറയുന്നത് എന്താ പിഴവെന്താ? യോഗ്യനാണെന്ന് ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കുന്ന പറഞ്ഞ പിഴവെന്താണ്? പറയുകയല്ലോ, ചരട് വലിക്കുകയാണല്ലോ. ഇത് ചരട് വലിക്കുകയാണ്, പറയുകയല്ല. അപരാധം എന്താ? ആരാ പറയുന്നത്? ആരെങ്കിലും പറഞ്ഞോ? ചെന്നിത്തല പറഞ്ഞോ ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ? ആര് പറഞ്ഞു? KC വേണുഗോപാൽ പറഞ്ഞു. ആരും പറഞ്ഞില്ലല്ലോ. ആഷ്മിയല്ലേ ഇവിടെ പറയുന്നത്? ആരും പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ചരട് വലിക്കുകയാണ്. ആരും പറഞ്ഞിട്ടില്ല. ചരട് വലി ആയിക്കോട്ടെ, ചരട് വലി ആയിക്കോട്ടെ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതിന്റെ ഗാന്ധിയും ഗാന്ധിയുടെ ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീ ഗോപികൃഷ്ണൻ ആഗ്രഹിക്കുന്നത് പോലെ CPM പോലും പാർട്ടി, കോൺഗ്രസ് ആയിട്ട് 2 പാർട്ടി, ഒരു പാർട്ടി പോലെ, ഒറ്റ പാർട്ടി പോലെ. ഞാൻ നിരീക്ഷകനല്ലേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒറ്റ പാർട്ടി പോലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.